സംസ്ഥാനത്തെ ബസ്സുകളുടെ മത്സരയോട്ടം മനുഷ്യജീവൻ അപഹരിക്കുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ണൂരിലും കോഴിക്കോട്ടും നടക്കുകയുണ്ടായി. കോഴിക്കോട്ട് തത്സമയം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മനുഷ്യജീവൻ എടുക്കുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം കോഴിക്കോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ണൂരും കോഴിക്കോട്ടും ബസ്സുകൾ തടഞ്ഞുള്ള പ്രതിഷേധമാണ്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂരും കോഴിക്കോട്ടും ബസ്സുകൾക്കെതിരെ പ്രതിഷേധം. ഓർക്കുക, ഇന്നലെ കണ്ണൂരിൽ സ്വകാര്യ ബസ് ഇടിച്ച കണ്ണോത്തുചാൽ സ്വദേശി ദേവനന്ദ് എന്നയാൾ മരിച്ചിരുന്നു. അതിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ കാടാച്ചിറയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ്സുകൾ തടഞ്ഞിരുന്നു. പിന്നീട് ബസ്സുകൾ വീണ്ടും സർവീസ് തുടങ്ങിയപ്പോൾ ബൈക്കിലെത്തിയ ആൾ ബസിന്റെ ചില്ലെറിഞ്ഞ് തകർത്തിരുന്നു. ഓർക്കുക, ശനിയാഴ്ചയാണ് സ്വകാര്യ ബസ് ഇടിച്ച് പേരാമ്പ്ര സ്വദേശിയായ വിദ്യാർത്ഥിയായ ജവാദ് മരിച്ചത്. ഇതിനെതിരായി നടന്ന പ്രതിഷേധത്തിൽ നാദാപുരം കോഴിക്കോട് റൂട്ടിലെ സോൾമേറ്റ് ബസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു. ബസിന്റെ ചാവി ഊരിയെടുത്തിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പതാകയുടെ വടി ഉപയോഗിച്ച് ബസിന്റെ ചില്ലുകളിൽ അടിക്കുകയും ചെയ്തിരുന്നു. ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന RTO ഓഫീസ് ഉപരോധം തുടർന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ RTO ഓഫീസ് ഉപരോധമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ കോഴിക്കോട്ട് SFI പ്രവർത്തകർ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മനുഷ്യൻ ജീവനെടുക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ആവർത്തിക്കരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇപ്പോൾ ഈ സമരത്തിന്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നതിനായി ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് അബിന കോഴിക്കോട്ടെ പ്രതിനിധി ചേരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? SFI മാത്രമാണോ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്? RTO ഓഫീസാണോ ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ പ്രതിഷേധമുണ്ടോ? ജവാദിന്റെ ഭരണത്തിൽ പ്രതിഷേധിച്ചാണോ ഈ പ്രതിഷേധം? അബിന, ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? സംഘർഷത്തിന് ഒരു അയവുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ SFIയും ആദ്യഘട്ടത്തിൽ SFI ആണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് മുസ്ലിം ലീഗും എത്തുകയും പിന്നീട് റോഡ് ഉപരോധിക്കുകയും ബസ്സുകളടക്കം മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിൽ റോഡ് ഉപരോധം വരെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ബാരിക്കേഡ് മറിച്ച് RTO ഓഫീസ് ഉപരോധിക്കാൻ തന്നെയായിരുന്നു പ്രവർത്തകരുടെ തീരുമാനം. നമുക്കറിയാം, ജവാദ്
SFI പ്രവർത്തനത്തിലെല്ലാം തന്നെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ SFI പ്രവർത്തകരും ഇപ്പോൾ ഈ RTO ഓഫീസിന് മുൻപിൽ മിനി സിവിൽ സ്റ്റേഷന് മുൻപിലാണ് ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ തടിച്ചുകൂടി നിൽക്കുന്നത്. എന്നിങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ ബാരിക്കേഡ് ഇരു പാർട്ടികളും തീർച്ചയായും മിനി സിവിൽ സ്റ്റേഷൻ പേരാമ്പ്രയിലെ മിനി സിവിൽ സ്റ്റേഷന് മുൻപിലാണ് ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ തടിച്ചുകൂടിയിരിക്കുന്നത്. SFI പ്രവർത്തകരും അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ പ്രതിഷേധത്തിന് എത്തിയിട്ടുണ്ട്. ഇവർ RTO ഓഫീസിന്റെ മുൻപിലേക്ക് എത്താനാണ് ഈ ഒരു ശ്രമം നടത്തിയിരുന്നത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് നിരവധി പ്രവർത്തകർ മതിൽ ചാടാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് പോലീസ് ഇടപെട്ട് പോലീസ് തടയുകയും നിരവധി പ്രവർത്തകരെ പുറത്തേക്ക് ചാടിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും പോലീസും അതുപോലെ തന്നെ പ്രവർത്തകരും തമ്മിൽ വലിയൊരു സംഘർഷം തന്നെയാണ് അല്പസമയം മുൻപ് ഇവിടെ നടന്നത്. ഇപ്പോൾ ഈ സംഘർഷത്തിന് ഒരു അയവുണ്ട്. പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ സമാധാനപരമായിട്ടാണ് ഈ ഒരു സംഘർഷത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് SFI, മറുഭാഗത്ത് മുസ്ലിം യൂത്ത് ലീഗ് എന്നിങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഈ മിനി സിവിൽ സ്റ്റേഷൻ പേരാമ്പ്ര മിനി സിവിൽ സ്റ്റേഷൻ മുൻപിൽ നിന്നും പ്രതിഷേധം അറിയിക്കുന്നത്. RTO കൃത്യമായി ഇതിൽ ഇടപെടൽ നടത്തണം. ഈ വഴിയൊന്നും, അതായത് പേരാമ്പ്ര കുറ്റ്യാടി ഭാഗത്തേക്കുള്ള ഒരു വാഹനവും കടത്തിവിടില്ല. സ്വകാര്യ ബസ്സുകളിലൊന്നും തന്നെ കടത്തിവിടില്ല. ഒരാളെയും ഇതിനകത്തേക്ക് കയറ്റില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഇരു പാർട്ടികളും ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് കടത്തിവിടില്ല എന്നാണോ? അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ മിനി സിവിൽ സ്റ്റേഷന്റെ മുന്നിൽ നടക്കുന്ന ഈ ഉപരോധത്തിൽ അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടോ? മറ്റ് യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഇതുമൂലം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ 7 മണിക്കാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇങ്ങോട്ടേക്ക് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ RTO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രവേശിക്കുകയും RTO ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രവർത്തകരെ പോലീസ് ഇടപെട്ടുകൊണ്ട് ഇവിടെ നിന്നും നീക്കം ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗും അതോടൊപ്പം തന്നെ SFI പ്രവർത്തകരും ഇവിടേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ SFI ആണ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. SFIയിൽ ഏകദേശം 100ഓളം പ്രവർത്തകരാണ് ഈ ഒരു മിനി സിവിൽ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും മറ്റ് വാഹനങ്ങൾക്കൊന്നും തന്നെ കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിൽ പേരാമ്പ്ര ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഭാഗത്തേക്കും ഒന്നും പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിലാണ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് SFI പ്രവർത്തകർ മിനി സിവിൽ സ്റ്റേഷനിൽ തമ്പടിച്ചതോടുകൂടി മറ്റു വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത വണ്ണം ഇവിടെ ആളുകൾ ഈ പ്രതിഷേധക്കാർ തമ്പടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ചോദിച്ച മറ്റൊരു കാര്യം, ഒരാളെ പോലും കടത്തിവിടില്ല എന്ന് ഉദ്ദേശിച്ച കാര്യം അത് മറ്റൊന്നുമല്ല. ഈ സ്വകാര്യ ബസ് സ്റ്റാൻഡിനകത്തേക്ക് സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ ഈ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പ്രധാനമായും പറയുന്നത്. ഇന്ന് 7 മണിക്ക് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ അത് കൃത്യമായി നമ്മൾ കാണുകയും ചെയ്തതാണ്. അതായത് ഇന്ന് കോഴിക്കോടേക്ക് സർവീസ് നടത്താനിരുന്ന ബസ് തടഞ്ഞു വെക്കുകയും ബസിന്റെ കീ വാങ്ങി ഡ്രൈവറെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തുടരും എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. RTO ഇതിൽ കൃത്യമായി ഇടപെടണം. ഒമേഗ ബസിന്റെ ഉടമയും അതോടൊപ്പം തന്നെ RTOയും പോലീസും ഒത്തുകളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ അതിക്രമങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് എന്നൊരു ശക്തമായ ഒരു ആരോപണം തന്നെ ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായി RTO ഒരു നടപടി ഉണ്ടാവണം, അല്ലെങ്കിൽ കൃത്യമായി മറുപടി പറയണം എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പ്രധാനമായും പറയുന്നത്. SFIയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസും അത് തന്നെയാണ് പ്രധാനമായും പറയുന്നത്. ഇത്തരത്തിൽ മത്സരയോട്ടം നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ തെറ്റായ ദിശയിലൂടെ ഒരു ശ്രദ്ധയുമില്ലാതെ വാഹനം ഓടിക്കുന്ന ഇത്തരക്കാർക്കെതിരെ കൃത്യമായി നടപടിയെടുക്കാൻ RTO ഇനിയെങ്കിലും മുതിരണം. ഇതുവരെയുള്ളത് RTO കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് RTO കൃത്യമായി നടപടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്. ഇതിൽ SFI പ്രവർത്തകരും മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകരും ഒരേ രീതിയിലുള്ള മുദ്രാവാക്യമാണോ വിളിക്കുന്നത്? പ്രത്യേകിച്ചും ജവാദ് SFI പ്രവർത്തകനായിരുന്നു, ജവാദ് മരിച്ചു. ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കണമെന്നത് പൊതുവായിട്ടുള്ള ഒരു മുദ്രാവാക്യമായി മാറുന്നു. പക്ഷേ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ നിരുത്തരവാദിത്വപരമായ സമീപനം കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പ്രതിപക്ഷത്തിലുള്ള മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഒരു ആരോപണം. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ SFIയും ലീഗ് പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് ഒരേപോലെ മുദ്രാവാക്യം വിളിക്കുകയല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്?
ഇതൊരു രാഷ്ട്രീയപരമായ പ്രശ്നമല്ല ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പേരാമ്പ്ര കുറ്റ്യാടി ഭാഗത്തേക്കുള്ള നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമല്ല എന്നുള്ളതാണ് നമുക്ക് ഈ മുദ്രാവാക്യത്തിൽ നിന്നും പോലും വ്യക്തമാക്കുന്നത്. കാരണം മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ SFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസും ഒരേ കാര്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതായത് ബസ്സുകൾ ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായ രീതിയിലാണ് വാഹനം ഓടിക്കുന്നതെന്നും ഇതിന് കൂട്ടുനിൽക്കുകയാണ് RTOയും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന, യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം SFI പ്രവർത്തകർ പറയുന്ന ഒരു കാര്യം, ഈ ഒമേഗ ബസിന്റെ ഉടമകൾക്കെതിരെ കേസ് എടുക്കണം എന്നുള്ളതാണ് പ്രധാനമായും SFI പ്രവർത്തകർ പറയുന്ന ഒരു കാര്യം. കാരണം SFI പ്രവർത്തനത്തിൽ സജീവമായിരുന്നു ജവാദ്. ഈ പേരാമ്പ്രയിലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റീജിയൻ സെന്ററിലാണ് ജവാദ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളും മറ്റു പ്രവർത്തകരുമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ SFI പ്രവർത്തനത്തിൽ സജീവമായ പ്രവർത്തകനായിരുന്നു ജവാദ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈ പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അവർ പറയുന്ന ഒരു കാര്യം, ഒമേഗ ബസിന്റെ ഉടമകൾക്കെതിരെ കൃത്യമായി നടപടിയെടുത്തേ മതിയാവൂ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. RTO ഈ ഒമേഗ ബസിന്റെ ഉടമയ്ക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് SFI പ്രവർത്തകർ പറയുന്നത്. പക്ഷെ മുസ്ലിം ലീഗും യൂത്ത് കോൺഗ്രസും അതിശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത് തന്നെയാണ്, അതായത് ഈ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ച പ്രവർത്തകരെ സ്വകാര്യ ബസ്സിലാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ശക്തമായ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇത്തരത്തിൽ സ്വകാര്യ ബസ്സിന്റെ എല്ലാ ഉടമകൾക്കും കൂട്ടുനിൽക്കുകയാണ്, ഉടമകൾക്ക് ഒത്താശ നൽകുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇതുവരെയും ഒരു നടപടി എടുക്കാത്തത്. മുൻപ് ഇതേ ഒമേഗ എന്നുള്ള ബസ് വടകര ഭാഗത്ത് വെച്ച മറ്റൊരു കുടുംബത്തെ ഇടിച്ചു തെറിപ്പിക്കുകയും അതിലൊരു കുഞ്ഞു ജീവൻ പൊലിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ ഒമേഗ ബസിന്റെ അതേ ഡ്രൈവർ തന്നെയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഈ ഒരു ഉടമയ്ക്കെതിരെ അന്നും ഒരു തരത്തിലും അന്നൊരു നടപടിയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും സമാനമായ രീതി തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് ഒമേഗ ബസിന്റെ ഉടമയ്ക്കെതിരെ കൃത്യമായി നടപടിയെടുക്കണം. ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ ഈ പേരാമ്പ്ര അതുപോലെ തന്നെ കുറ്റ്യാടി ഭാഗങ്ങളിലേക്ക് ഒന്നും തന്നെ യാത്ര അനുവദിക്കില്ല, അല്ലെങ്കിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ല. കൂടുതൽ KSRTC ബസ്സുകൾ ഈ പേരാമ്പ്ര കുറ്റ്യാടി ഭാഗത്തേക്ക് അനുവദിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. വിവിധ സംഘടനകൾ, നേരത്തെ യൂത്ത് കോൺഗ്രസും ഇപ്പോൾ മുസ്ലിം ലീഗ്, SFI അതോടൊപ്പം തന്നെ SDPI പ്രവർത്തകരെല്ലാം തന്നെ കടുത്ത പ്രതിഷേധം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധം പൂർണ്ണമായും അയവായി, ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടു. മിനി സിവിൽ സ്റ്റേഷനിൽ ഭാഗത്തുകൂടി യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പോൾ പതിവ് പോലെ ആ ഭാഗത്തേക്ക് വരാവുന്ന ഒരു അവസ്ഥയായിട്ടുണ്ടോ? നിലവിൽ ഇപ്പോഴും സാഹചര്യം ഗതാഗതം തടസ്സപ്പെട്ടതുപോലെ തന്നെയാണ്. കാരണം ഇരു വാഹനങ്ങളും ഇപ്പോൾ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ പേരാമ്പ്രയിൽ നിന്ന് കുറ്റ്യാടി ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊന്നും തന്നെ ഇപ്പോൾ കടന്നു പോകുന്നില്ല. കാരണം ഈ മിനി സിവിൽ സ്റ്റേഷനിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തന്നെ ഏകദേശം 100ഓളം പ്രവർത്തകരുണ്ട്. അതോടൊപ്പം തന്നെ SFIയിലും 50ഓളം പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോഡ്, പേരാമ്പ്ര റോഡ് ചെറിയ ഒരു റോഡാണ്, വലിയ വീതിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ റോഡിൽ ആളുകൾ തങ്ങി നിൽക്കുന്നത് കാരണം മറ്റ് യാത്രക്കാർക്കും അല്ലെങ്കിൽ ബസ് യാത്രക്കാർക്കൊന്നും തന്നെ ഇതുവഴി പോകാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങളെല്ലാം മറ്റൊരു വഴിയാണ് ഇപ്പോൾ തിരിച്ചുവിടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു വഴിയിലൂടെയാണ് ഇപ്പോൾ നിലവിൽ വാഹനങ്ങളെല്ലാം കടത്തിവിടുന്നത്. ഇപ്പോൾ ഈ റോഡ് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ് ഉള്ളത്. പ്രവർത്തകർ വീണ്ടും മുദ്രാവാക്യം വിളി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി അതെ, സംസ്ഥാനത്തെ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കണമെന്നും മത്സരയോട്ടം ജനജീവിതത്തെ ദുസ്സഹമാക്കുകയാണെന്നും മനുഷ്യജീവൻ പൊലിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് എന്നും ഇതിന് അറുതി വരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് SFI പ്രവർത്തകരും മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗം പ്രവർത്തകരും സംയുക്തമായി ഇപ്പോൾ പേരാമ്പ്ര മിനി സിവിൽ സ്റ്റേഷൻ പരിസരം ഉപരോധിക്കുന്നു. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. പോലീസ് പല ഘട്ടത്തിലും സംയമനം പാലിക്കുന്നു. ഇതാ ദൃശ്യങ്ങൾ തന്നെ ഒരു പോലീസുകാരൻ്റെ കോളറിന് കുത്തിപ്പിടിക്കുന്ന രീതിയിലേക്കും ആ പോലീസുകാരൻ്റെ നെഞ്ചിലേക്ക് ഹെൽമെറ്റ് കൊണ്ട് അടിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയെങ്കിലും ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ അത് മറുഭാഗത്തേക്ക് മാറിപ്പോയിട്ടുണ്ട്. അതടക്കമുള്ള ദൃശ്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇപ്പോൾ സംഘർഷത്തിനൊരു അയവുണ്ടെങ്കിലും ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. പേരാമ്പ്ര മിനി സിവിൽ സ്റ്റേഷൻ ഭാഗത്തുകൂടെ ഈ രാവിലെ 11:15 മണിക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ തൽക്കാലം ആ യാത്ര
മാറ്റിവെച്ച് ഈ സംഘർഷത്തിനൊന്ന് ശമനമുണ്ടായതിനു ശേഷം അതിലൂടെ യാത്ര ചെയ്യുന്നതായിരിക്കും ഉചിതം എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. അബിന പീച്ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. പേരാമ്പ്രയിൽ ഈ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ തത്സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സത്യപ്രതിജ്ഞ നടന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമാവുകയും ലോക്സഭയിലും രാജ്യസഭയിലും വർഷകാല സമ്മേളനം ആരംഭിക്കുകയും രാജ്യസഭയിൽ മലയാളിയായ BJP നേതാവായ C സദാനന്ദൻ രാജ്യസഭാംഗമായി ചുമതലയേൽക്കുകയും ചെയ്തു, സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. അതേസമയം ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചിരിക്കുന്നു. ചോദ്യോത്തരവേളയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ ബഹളമുണ്ടായിരിക്കുന്നു. സ്പീക്കറുടെ ചെയർ